സ്വദേശീവൽക്കരണം ലക്ഷ്യമിട്ട് തയ്യാറാക്കിയ 68 പദ്ധതിയുടെ വിശദാംശങ്ങൾ കാത്ത് പ്രവാസികൾ. ആശങ്കയോടെയാണ് കഴിഞ്ഞ ദിവസത്തെ തൊഴിൽ മന്ത്രാലയ പ്രഖ്യാപനത്തെ പ്രവാസികൾ കേട്ടത്. ഭക്ഷണശാലകളിലേക്കും കോൺട്രാക്ടിംഗ് മേഖലയിലേക്കും കടന്നെത്തുന്ന സ്വദേശീവൽക്കരണം സംബന്ധിച്ച് വരും ദിവസങ്ങളിൽ വ്യക്തത വരും. ഭൂരിഭാഗം മേഖലയും സ്വദേശീവൽക്കരണത്തിലാണ് സൗദിയിൽ. നേരത്തെ മാറ്റിവെച്ച മേഖലകളാണ് ഭക്ഷണശാലകളും കോഫി ഷോപ്പുകളും. കോൺട്രാക്ടിംഗ്, റിയൽ എസ്റ്റേറ്റ് മേഖലയിലും ഏതാനും ജോലികൾ മാത്രമാണ് സ്വദേശീവൽക്കരണം നിലവിൽ ബാധിക്കാത്തത്. ഇവയെല്ലാം പുതിയ ഘട്ടത്തിൽ സ്വദേശീവൽക്കരണത്തിന് വിധേയമാകുമോ എന്നതിൽ വ്യക്തത കൈവന്നിട്ടില്ല. ഭക്ഷണശാലകളിൽ റെസ്റ്റോറന്റ്, ബൂഫിയ എന്നിവ പെടുമോ എന്നതും വരും ദിനങ്ങളിൽ വ്യക്തത വരുത്തും. ഹോട്ടൽ മേഖലയിൽ വിവിധ തസ്തികകൾ നേരത്തെ സ്വദേശീവൽക്കരണത്തിന് വിധേയമാക്കിയിരുന്നു. ബാക്കിയുള്ളത് പാചകം, കാഷ്യർ തുടങ്ങിയ പ്രത്യേക തസ്തികകളാണ്. ഈ മേഖലയിൽ പരിശീലനം നൽകിയ ശേഷമാകും സ്വദേശീവൽക്കരണം പ്രാബല്യത്തിലാക്കുക. ഈ മേഖലകളിൽ തൊഴിൽ മന്ത്രാലയം പരിശീലനത്തിന് ശ്രമം തുടങ്ങിയിട്ടുണ്ട്. കോൺട്രാക്ടിംഗ്, റിയൽ എസ്റ്റേറ്റ് മേഖലയിലും സമാനമാണ് സ്ഥിതി. നേരത്തെ തന്നെ ഈ മേഖലയിലെ വിവിധ തസ്തികകൾ സ്വദേശീവൽക്കരണത്തിന് വിധേയമാക്കിയിട്ടുണ്ട്. അവശേഷിക്കുന്ന തസ്തികകളാണ് അടുത്ത ഘട്ടത്തിൽ നിയമനങ്ങൾക്ക് വിധേയമാക്കുക. 3 മാസം കൊണ്ട് സ്വദേശീവൽക്കരണം സംബന്ധിച്ച ചിത്രം വ്യക്തമാകുമെന്ന് മന്ത്രാലയം അറിയിച്ചു. അഫ്താബ് റഹ്മാൻ, മീഡിയ 1, റിയാദ്. ആരോഗ്യമേഖലയിൽ 10,000-കണക്കിന് പ്രവാസികളാണ് സൗദിയിൽ ജോലി ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ച സ്വദേശീവൽക്കരണം ആരോഗ്യമേഖലയ്ക്കൊന്നാകെ ബാധകമാണ്. തസ്തികകൾ സംബന്ധിച്ച് മന്ത്രാലയം പ്രഖ്യാപനം നടത്തിയിട്ടില്ല. വൈവിധ്യമാണ് സ്വദേശീവൽക്കരണത്തിന് വിധേയമാകുന്ന ആരോഗ്യമേഖലയിലെ തസ്തികകൾ. ഡോക്ടർ, നഴ്സ്, ഫാർമസിസ്റ്റ്, മെഡിക്കൽ ഷോപ്പുകൾ, മെഡിക്കൽ ഉപകരണ കടകൾ, വിവിധ ജീവനക്കാർ എന്നിങ്ങനെ പോകുന്നു വ്യത്യസ്തമായ ജോലികൾ. പ്രത്യേക തസ്തികകളിലല്ല സ്വദേശീവൽക്കരണം തൊഴിൽ മന്ത്രാലയം പ്രഖ്യാപിച്ചത്. ആരോഗ്യമേഖല മുഴുവൻ സ്വദേശീവൽക്കരണത്തിന് വിധേയമാണെന്നാണ് പ്രഖ്യാപനം. ഈ മേഖലയിലാകെ ലക്ഷക്കണക്കിന് പ്രവാസികൾ ജോലി ചെയ്യുന്നുണ്ട്. റിസപ്ഷനിസ്റ്റ് അടക്കമുള്ള വിവിധ തസ്തികകൾ നേരത്തെ സ്വദേശീവൽക്കരണം പ്രഖ്യാപിച്ചതാണ്. ദന്ത ഡോക്ടർമാരായി 30,000-ഓളം പേരുണ്ട് രാജ്യത്ത്. ഇവരെ ഘട്ടം ഘട്ടമായി നിയമിക്കാൻ നേരത്തെ തീരുമാനിച്ചിരുന്നു. സൗദിയിൽ മെഡിക്കൽ വിദ്യാഭ്യാസമുള്ള നിരവധി പേർ രാജ്യത്തിന് പുറത്ത് ജോലി ചെയ്യുന്നുണ്ട്. ഇവരുടെ സേവനം രാജ്യത്തിന് അകത്തിയെത്തിക്കലും ലക്ഷ്യമാണ്. സൗദിയുടെ വിവിധ ഭാഗങ്ങളിൽ പ്രവർത്തിക്കുന്ന ചില ക്ലിനിക്കുകളും ആശുപത്രികളും പ്രവാസികളെ ആശ്രയിച്ചാണ് നിലകൊള്ളുന്നത്. ഇവയിൽ പലതും സ്വദേശീവൽക്കരണവും പ്രവാസി തിരിച്ചുപോക്കും കാരണം പ്രതിസന്ധിയിലാണ്. ആരോഗ്യമേഖല ഒന്നിച്ച് സ്വദേശീവൽക്കരണത്തിന് വിധേയമായാൽ മറുവഴി കാണേണ്ടി വരും ഇവർക്ക്. അഫ്താബ് റഹ്മാൻ, മീഡിയ 1, റിയാദ്. സ്വദേശീവൽക്കരണ പ്രഖ്യാപനം വന്നെങ്കിലും കഴിവുള്ള ചെറുപ്പക്കാർക്ക് സൗദിയിൽ അവസരങ്ങൾ ഉണ്ടാകും. കഴിഞ്ഞ ദിവസം തൊഴിൽ മന്ത്രാലയം പ്രഖ്യാപിച്ച പദ്ധതികളിൽ ഇക്കാര്യം പറയുന്നുണ്ട്. രാജ്യത്ത് വരാനിരിക്കുന്ന വൻകിട പദ്ധതികളിലും ചെറുപ്പക്കാരെയാണ് സൗദിക്ക് വേണ്ടത്. ആശങ്ക പടർത്തിയ തൊഴിൽ മന്ത്രാലയത്തിന്റെ പ്രഖ്യാപനത്തിനിടയിലും പ്രതീക്ഷിക്കാൻ വകയുണ്ട് പ്രവാസി ചെറുപ്പക്കാർക്ക്. ഇത് സംബന്ധിച്ച സൂചനയുണ്ട് തൊഴിൽ മന്ത്രാലയത്തിന്റെ പ്രഖ്യാപനത്തിൽ. അതിവേഗത്തിൽ ലഭിക്കുന്ന വിസകൾ കമ്പനികൾക്ക് നൽകുവാനാണ് തീരുമാനം. തൊഴിൽ നൈപുണ്യം ആവശ്യമുള്ള മേഖലയിലേക്കാകും ഇത്. മികച്ച വിദ്യാഭ്യാസവും കഴിവുള്ള ചെറുപ്പക്കാരെയും രാജ്യത്തേക്ക് ആകർഷിക്കുകയാണ് ലക്ഷ്യം. ഔട്ട്സോഴ്സിംഗിനും സ്വകാര്യ കമ്പനികൾക്ക് അനുമതി നൽകുന്നു 68 പദ്ധതി. ഇക്കാര്യത്തിൽ നിയമനിർമ്മാണം നടത്തിയാകും തീരുമാനം നടപ്പാക്കുക. ജനുവരി വരെ വിവിധ തസ്തികകൾ സ്വദേശീവൽക്കരണത്തിന് വിധേയമാക്കുന്നുണ്ട്. എന്നാൽ വൻകിട പദ്ധതികളാണ് അടുത്ത വർഷത്തോടെ വിദേശ കമ്പനികൾ രാജ്യത്ത് നടപ്പാക്കുന്നത്. ഇതിൽ വിദേശികൾക്ക് വൻ തൊഴിലവസരങ്ങൾ ഉണ്ടാകുമെന്ന് സൗദി കിരീടാവകാശി പറഞ്ഞിരുന്നു. ഇതുകൂടി മുൻകൂട്ടി കണ്ടാണ് തൊഴിൽ മന്ത്രാലയത്തിന്റെ പദ്ധതികൾ. അഫ്താബ് റഹ്മാൻ, മീഡിയ 1, റിയാദ്. ഒമാനിൽ ഒക്ടോബറിലെ ഇന്ധനവിലയിൽ വർധന. M91 പെട്രോളിന്റെ വില 218 പൈസയിൽ നിന്ന് 222 പൈസയായാണ് വർദ്ധിച്ചത്. M95 പെട്രോളിന്റെ വില 4 പൈസ വർദ്ധിപ്പിച്ച് 233 പൈസയാക്കി. ഡീസൽ വിലയിൽ 6 പൈസയുടെ വർധനവാണ് ഉള്ളത്. ഖത്തർ ഇന്ത്യയിൽ തുടങ്ങാനിരിക്കുന്ന വിസ സേവന കേന്ദ്രങ്ങൾ നവംബർ അവസാനത്തോടെ പ്രവർത്തനം തുടങ്ങും. കൊച്ചി ഉൾപ്പെടെ 7 ഇടങ്ങളിൽ ഒരുമിച്ചാണ് വിസ സേവന കേന്ദ്രങ്ങൾ ആരംഭിക്കുന്നത്. ഇതോടെ ഖത്തറിൽ ജോലി നോക്കുന്നവർക്കുള്ള മുഴുവൻ വിസ നടപടിക്രമങ്ങളും ഇന്ത്യയിൽ നിന്ന് തന്നെ പൂർത്തീകരിക്കാൻ സാധിക്കും. കഴിഞ്ഞ ദിവസമാണ് ഇന്ത്യയുൾപ്പെടെ 8 രാജ്യങ്ങളിൽ വിസ സേവന കേന്ദ്രങ്ങൾ ആരംഭിക്കാൻ ഖത്തർ തീരുമാനിച്ചത്. ഖത്തറിലേക്കുള്ള തൊഴിൽ വിസ നടപടിക്രമങ്ങൾ പൂർണ്ണമായും അതത് രാജ്യങ്ങളിൽ തന്നെ പൂർത്തീകരിക്കുകയാണ് പദ്ധതി കൊണ്ട് ലക്ഷ്യമാക്കുന്നത്. ഇന്ത്യയിൽ കൊച്ചി ഉൾപ്പെടെ 7 സേവന കേന്ദ്രങ്ങളാണ് ഉണ്ടാവുക. നവംബർ അവസാനത്തോടെ ഇന്ത്യയിലെ വിസ സേവന കേന്ദ്രങ്ങൾ പ്രവർത്തനം തുടങ്ങുമെന്ന് അധികൃതർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. തൊഴിൽ വിസയിൽ ഖത്തറിലേക്ക് വരുന്നവരുടെ മെഡിക്കൽ പരിശോധന, ബയോമെട്രിക് വിവരശേഖരണം,
തൊഴിൽ കരാർ ഒപ്പുവെക്കൽ എന്നിവ പൂർണ്ണമായും ഈ സേവന കേന്ദ്രങ്ങളിൽ വെച്ച് പൂർത്തിയാക്കാനാകും. പൂർണ്ണമായും ഓൺലൈൻ വഴിയായിരിക്കും ഈ കേന്ദ്രങ്ങളിൽ സേവനം ലഭ്യമാക്കുക. റിക്രൂട്ട്മെന്റ് സേവനങ്ങളും നടപടിക്രമങ്ങളും ഒറ്റ ചാനലിലൂടെ പൂർത്തീകരിക്കാൻ സാധിക്കുമെന്നതും പുതിയ സംവിധാനത്തിന്റെ പ്രത്യേകതയാണ്. വിസ സെന്ററുകൾ നിലവിൽ വരുന്നതോടെ വിസ തട്ടിപ്പ്, വ്യാജ ഏജൻസികൾ തുടങ്ങിയ പ്രശ്നങ്ങൾ ഇല്ലാതാക്കാൻ കഴിയുമെന്ന് ഖത്തർ മെഡിക്കൽ കമ്മീഷൻ ഡയറക്ടർ ഡോക്ടർ ഇബ്രാഹിം അഷ്ഷാരി മീഡിയ വണ്ണിനോട് പറഞ്ഞു. This is one of the things that will get benefit for the expatriate or the employee, that he will a lot of things he will avoid it, doing like repeat medical checkup, doing failing the medical examination or vague contract. This will be eliminated with the system, inshallah. ഓരോ രാജ്യത്തെയും എംബസിയുമായി സഹകരിച്ചായിരിക്കും സെന്ററിന്റെ പ്രവർത്തനം. അടുത്ത മാസം 12-ന് ശ്രീലങ്കയിലാണ് ആദ്യ സെന്റർ പ്രവർത്തനം ആരംഭിക്കുക. ഖത്തറിൽ ജോലി നോക്കുന്ന ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഏറെ സഹായകരമാകുന്ന ഒരു തീരുമാനമാണ് ഖത്തർ സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത്. എന്നുവെച്ചാൽ കൊച്ചിയിലെ വിസ സർവീസ് സെന്ററിൽ നിന്നും നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയായി ഖത്തറിലേക്ക് എത്തുന്ന ഒരു ഉദ്യോഗാർത്ഥിക്ക് ഇവിടെ വിമാനമിറങ്ങുന്ന അന്ന് തന്നെ ജോലി തുടങ്ങാം എന്നതാണ് സവിശേഷത. ഖത്തറിലെ ദോഹയിൽ നിന്നും PC സൈഫുദ്ദീൻ, മീഡിയ വൺ. ദുബൈയിൽ മലയാളി കുത്തേറ്റു മരിച്ചു. കോഴിക്കോട് പൂനൂർ പൂക്കാട് സ്വദേശി റഷീദാണ് മരിച്ചത്. സംഭവവുമായി ബന്ധപ്പെട്ട സഹപ്രവർത്തകനായ പാകിസ്ഥാൻ സ്വദേശിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. ജബലലി ദുബായ് ഇൻവെസ്റ്റ് പാർക്കിലെ പാർക്കോ ഹൈപ്പർ മാർക്കറ്റിന്റെ മാനേജറാണ് കൊല്ലപ്പെട്ട റഷീദ്. ഇന്നലെ രാത്രിയാണ് ഇദ്ദേഹത്തിന് കുത്തേറ്റത്. ജീവനക്കാരുടെ താമസ സ്ഥലത്ത് പാകിസ്ഥാൻ സ്വദേശിയുടെ നിയമവിരുദ്ധ പ്രവർത്തനം ചോദ്യം ചെയ്തതിനെ തുടർന്നുണ്ടായ തർക്കമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത്. സൗദി സർക്കാർ സ്വദേശികൾക്കോ വിദേശികൾക്കോ പുതിയ ടാക്സ് ഒന്നും ഏർപ്പെടുത്തിയിട്ടില്ലെന്ന് ധനകാര്യമന്ത്രി. 2019 ബജറ്റിലെ മുഖ്യ ഊന്നലുകളെക്കുറിച്ച് വിശദീകരിക്കാൻ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് മന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത്. 2016 ഡിസംബറിൽ ഏതാനും ഇനങ്ങൾക്കുള്ള ടാക്സും വിദേശികൾക്കും അവരുടെ ആശ്രിതർക്കുമുള്ള ലെവിയും സർക്കാർ പ്രഖ്യാപിച്ചിരുന്നു. അതിനിടെ പുതിയ ടാക്സുകളും ഫീസുകളും ഏർപ്പെടുത്താൻ സാധ്യതയുണ്ടെന്ന അഭ്യൂഹത്തിനാണ് ധനകാര്യമന്ത്രി മുഹമ്മദ് അൽ ജദാൻ അന്ത്യം കുറിച്ചത്. രാഷ്ട്രത്തിന്റെ സാമ്പത്തികാവസ്ഥ സന്തുലിതമാക്കുന്നതുവരെ നിലവിലുള്ള ടാക്സുകൾ തുടരും. എന്നാൽ പുതിയ ടാക്സോ ഫീസോ ഏർപ്പെടുത്താൻ സർക്കാർ ഉദ്ദേശിക്കുന്നില്ല. പെട്രോൾ ഇതര വരുമാനം വർദ്ധിപ്പിക്കാനുള്ള വഴികളും തുടരുമെന്നും മന്ത്രി പറഞ്ഞു. സൗദി വിഷൻ 2030ന്റെ ഭാഗമായാണ് ഇത്തരം സാമ്പത്തിക നയങ്ങൾ നടപ്പിലാക്കിയത്. ദേശീയ പരിവർത്തന പദ്ധതി 2020ന്റെ കൂടി ഭാഗമാണ്. പൗരന്മാർക്കുള്ള സേവനങ്ങളും ആനുകൂല്യങ്ങളും വർദ്ധിപ്പിക്കാനും ഉറപ്പുവരുത്താനുമുള്ള ഇനങ്ങൾ 2019 ബജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നും ധനകാര്യമന്ത്രി പറഞ്ഞു. രാഷ്ട്രത്തിന്റെ ചെലവ് ചുരുക്കുക, വൈദ്യുതി, വെള്ളം എന്നിവയുടെ നിരക്ക് പരിഷ്കരിക്കുക, അർഹരായ പൗരന്മാർക്ക് ധനസഹായം നൽകുക എന്നിവയും ദേശീയ പരിവർത്തന പദ്ധതിയുടെ ഭാഗമാണെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. അസർ പുള്ളിയിൽ, മീഡിയ വൺ, റിയാദ്. സൗദി പൊതുമേഖലയിൽ നിലവിലുള്ളതിന് സമാനമായി തൊഴിലാളികൾക്ക് ഗ്രേഡിംഗ് സമ്പ്രദായം കൊണ്ടുവരികയാണ്. തൊഴിലാളികളെ ഇനം തിരിക്കൽ സ്വകാര്യ മേഖലയിലും നടപ്പാക്കുമെന്ന് തൊഴിൽ മന്ത്രാലയമാണ് വ്യക്തമാക്കിയത്. തൊഴിൽ പരിചയം, കാലഘട്ടം, വേതനം, ജോലിക്കയറ്റം എന്നിവയുടെ അടിസ്ഥാനത്തിലാണ് സർക്കാർ മേഖലയിൽ ജോലിക്കാരെ വിവിധ തട്ടുകളാക്കി തിരിക്കാറുള്ളത്. നിലവിൽ ഈ ഇനം തിരിക്കൽ സ്വകാര്യ മേഖലയിൽ നടപ്പിലില്ല. എന്നാൽ ജോലിക്കാരുടെ സേവന വേതന ആനുകൂല്യങ്ങളുമായി ബന്ധപ്പെട്ടും ഇത് ബാധകമാകും. ജോലിക്കയറ്റം, സ്ഥലം മാറ്റം എന്നിവയും പരിഗണിക്കാൻ ഇത്തരത്തിലുള്ള നടപടികൾ ആവശ്യമാണെന്നാണ് തൊഴിൽ മന്ത്രാലയത്തിന്റെ അഭിപ്രായം. സ്വകാര്യ മേഖലയിലേക്ക് കൂടുതൽ സ്വദേശികളെ ആകർഷിക്കാൻ ഇതുവഴിയാകും. ഇതിന് പൊതുമേഖലയിലെ നയം പിന്തുടരേണ്ടത് അനിവാര്യമാണെന്നും മന്ത്രാലയം വ്യക്തമാക്കി. പൊതുമേഖലയിൽ നടപ്പാക്കുന്ന സമ്പ്രദായം ഫലപ്രദമാണെന്ന് മനസ്സിലാക്കിയ സാഹചര്യത്തിലാണ് പുതിയ നീക്കം. മെച്ചപ്പെട്ട സേവനം നൽകുന്നവർക്കും മോശം പ്രകടനം നടത്തുന്നവർക്കും ഇതുവഴി 2 രീതിയിലാകും ശമ്പളം ലഭിക്കുക. മീഡിയ വൺ, റിയാദ്. സൗദിയിൽ സർക്കാർ ചെലവുകൾ നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായി സാധനങ്ങൾ വാങ്ങുന്നതിന് ഏകീകൃത സംവിധാനം ഏർപ്പെടുത്തുമെന്ന് ധനകാര്യമന്ത്രി. 2019ലേക്കുള്ള ബജറ്റ് ഇനങ്ങളെക്കുറിച്ച് വിശദീകരിക്കവെയാണ് മന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത്. നിലവിൽ വിവിധ സർക്കാർ വകുപ്പുകളിലേക്കും ഓഫീസുകളിലേക്കുമുള്ള ആവശ്യങ്ങൾ അതത് വകുപ്പുകൾ തന്നെ വാങ്ങിക്കുന്ന രീതിയാണ്. എന്നാൽ സർക്കാരിന്റെ എല്ലാ വകുപ്പുകളിലേക്കും ആവശ്യമുള്ള വസ്തുക്കൾ ഒരേ കേന്ദ്രത്തിൽ നിന്ന് വാങ്ങിക്കുന്ന സംവിധാനം ഉടൻ നടപ്പിലാക്കും. രാജ്യത്തിന്റെ ചെലവുകൾ നിയന്ത്രിച്ച് മെച്ചപ്പെട്ട സാമ്പത്തിക രംഗം സൃഷ്ടിക്കുകയാണ് ലക്ഷ്യം. വാഹനം ആവശ്യമുള്ള ചില ഡിപ്പാർട്ട്മെന്റുകൾ റോൾസ് റോയ്സ് വാങ്ങിക്കുകയും സ്വർണ്ണവർണ്ണം വേണമെന്ന് നിർബന്ധം പിടിക്കുകയും ചെയ്യുന്നു. എന്നാൽ കാംരി, കൊറോള പോലുള്ള താരതമ്യേന ചെലവ് കുറഞ്ഞ ചെറുവാഹനങ്ങൾ കൊണ്ട് ആവശ്യം നടക്കുമെന്നും അതായിരിക്കും സർക്കാർ ചെലവുകളുടെ നയമെന്നും ധനകാര്യമന്ത്രി പറഞ്ഞു. ദീർഘകാലാടിസ്ഥാനത്തിലുള്ള പദ്ധതിയാണ് സർക്കാർ മുന്നിൽ കാണുന്നത്. രാഷ്ട്രത്തിന്റെ പൊതുചെലവ് നിയന്ത്രിക്കുമ്പോഴും പൗരന്മാരുടെ ക്ഷേമം ഉറപ്പുവരുത്തുമെന്നും മന്ത്രി പറഞ്ഞു. മീഡിയ വൺ, റിയാദ്. വിനോദ പരിപാടിയിൽ പങ്കെടുക്കുന്നതിനായി സൗദിയിലേക്ക് വിദേശികൾക്ക് 640 റിയാലിന് ടൂറിസ്റ്റ് വിസ അനുവദിച്ചു തുടങ്ങി. 14 ദിവസത്തേക്കാണ് ടൂറിസ്റ്റ് വിസകൾ അനുവദിച്ചത്. അന്താരാഷ്ട്ര കാറോട്ട മത്സരത്തിനായാണ് 40,000-ഓളം പേർക്ക് വിസകൾ അനുവദിക്കുന്നത്.
ആദ്യമായാണ് സൗദി വിദേശികൾക്ക് പ്രത്യേക മത്സരത്തിനായി ടൂറിസ്റ്റ് വിസകൾ അനുവദിക്കുന്നത്. അന്താരാഷ്ട്ര കാറോട്ട മത്സരത്തിന്റെ സൗദി പതിപ്പ് ഡിസംബറിൽ റിയാദിൽ നടക്കും. പരിപാടിയിൽ പങ്കെടുക്കുന്നതിനാണ് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള 40,000 പേർക്ക് ടൂറിസ്റ്റ് വിസ അനുവദിക്കുക. 640 റിയാലാണ് വിസക്കുള്ള തുക. 395 റിയാലിന് ടിക്കറ്റും ലഭിക്കും. ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നവർക്ക് ഓൺലൈൻ വഴി വിസ കരസ്ഥമാക്കാം. സ്റ്റാമ്പിങ്ങോ മറ്റു നടപടിക്രമങ്ങളോ ആവശ്യമില്ല. വിദേശികൾക്ക് ടൂറിസ്റ്റ് വിസ നൽകുന്നതിന് സൗദി ടൂറിസം അതോറിറ്റിയുടെ കീഴിൽ ഷാരിഖ് എന്ന ഓൺലൈൻ സംവിധാനം ആരംഭിച്ചിട്ടുണ്ട്. ഡിസംബറിലെ പരിപാടിക്ക് വിസ കരസ്ഥമാക്കാം. കാറോട്ട മത്സരത്തിന്റെ ഔദ്യോഗിക എയർലൈൻസ് സൗദി എയർലൈൻസ് ആണ്. പ്രമുഖ ബഹുരാഷ്ട്ര കമ്പനിയായ ABBയുമായി സഹകരിച്ചാണ് സൗദി ടൂറിസം വകുപ്പ് കാറോട്ട മത്സരം സംഘടിപ്പിക്കുന്നത്. സൗദി വിഷൻ 2030ന്റെ ഭാഗമായി എണ്ണെതിരെ വരുമാനം ലക്ഷ്യം വെച്ചാണ് വിനോദ പരിപാടികൾ. അഫ്താബുർ റഹ്മാൻ, മീഡിയ 1, റിയാദ്. ഓഗസ്റ്റിൽ ഒമാനിൽ രജിസ്റ്റർ ചെയ്ത പുതിയ വാഹനങ്ങളുടെ എണ്ണം കുറഞ്ഞു. കഴിഞ്ഞ വർഷം ഓഗസ്റ്റിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ 38.6% കുറവാണ് രജിസ്ട്രേഷനിൽ ഉണ്ടായതെന്ന് ദേശീയ സ്ഥിതിവിവര മന്ത്രാലയത്തിന്റെ കണക്കുകൾ വ്യക്തമാക്കുന്നു. സ്വകാര്യ വാഹനങ്ങളാണ് പുതിയ രജിസ്ട്രേഷനിൽ ഏറ്റവും അധികം. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് 45.6% കുറവാണ് സ്വകാര്യ വാഹനങ്ങളുടെ വിഭാഗത്തിൽ ഉണ്ടായത്. വാണിജ്യ വാഹനങ്ങളുടെ രജിസ്ട്രേഷൻ 10.8% കുറഞ്ഞു. വാടക വാഹനങ്ങളുടെ രജിസ്ട്രേഷൻ 14.7% കുറഞ്ഞത്. ടാക്സികളുടെയും മോട്ടോർ ബൈക്കുകളുടെയും വിഭാഗത്തിൽ യഥാക്രമം 52.4%-ന്റെയും 51.2%-ന്റെയും കുറവുണ്ടായി. 3 ഡിപ്ലോമാറ്റിക് വാഹനങ്ങളും 10 സർക്കാർ വാഹനങ്ങളുമാണ് ഓഗസ്റ്റിൽ നിരത്തിലിറങ്ങിയത്. ഓഗസ്റ്റ് അവസാനം വരെ രാജ്യത്തെ മൊത്തം രജിസ്റ്റർ ചെയ്തത് 14,78,841 വാഹനങ്ങളാണെന്നും കണക്കുകൾ പറയുന്നു. മീഡിയ 1, മസ്കത്ത്. പ്രകൃതി തീർത്ത പ്രതിരോധ പ്രവർത്തനമായിരുന്നു കേരളത്തിലെ പ്രളയമെന്ന് ജമാഅത്തെ ഇസ്ലാമി ഉപാധ്യക്ഷൻ VT അബ്ദുള്ളക്കോയ തങ്ങൾ. IMI സലാല പ്രളയാനന്തരം എന്ന തലക്കെട്ടിൽ സംഘടിപ്പിച്ച പൊതുപരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അസഹിഷ്ണുതയിലേക്ക് നീങ്ങിത്തുടങ്ങിയ കേരളീയനെ ശുദ്ധീകരിക്കാൻ കൂടി എത്തിയതാണോ പ്രളയമെന്ന് പഠിക്കേണ്ടതുണ്ട്. പ്രകൃതിക്ക് കോട്ടം വരാത്ത വികസന നയം സ്വീകരിക്കാൻ നമുക്ക് ഇനിയെങ്കിലും സാധിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. IMI ഹാളിൽ നടന്ന ചടങ്ങിൽ പ്രസിഡന്റ് G. സലീം സേഠ് അധ്യക്ഷത വഹിച്ചു. സമൂഹത്തിലെ ഏറ്റവും ദുർബലനായ മനുഷ്യന് പോലും ഇടം നൽകുന്ന സാംസ്കാരിക ഔന്നത്യത്തിലേക്ക് വളരാൻ നമുക്ക് കഴിയണമെന്ന് സോളിഡാരിറ്റി മുൻ പ്രസിഡന്റ് PA നൌഷാദ് പറഞ്ഞു. അപ്പോൾ നമ്മുടെ കാർഷിക രംഗത്തെ ഭൂമിയുടെ ഉൽപാദനപരതയെ അതിൻ്റെ സവിശേഷതകളെ പരിഗണിക്കാതിരുന്നാൽ പുതിയ കേരള നിർമ്മിതി എന്നത് അസാധ്യമാണ്. പരിപാടിയിൽ മുനീർ വരന്തരപ്പള്ളി, ഉമ്മുൽ വാഹിദ എന്നിവരും സംബന്ധിച്ചു. അബ്ദുള്ള മുഹമ്മദ് സ്വാഗതവും K. ഷൗക്കത്ത് അലി നന്ദിയും പറഞ്ഞു. മീഡിയ 1, സലാല. പ്രവാസികളിൽ നിന്ന് സംഭാവനകൾക്ക് പകരം നിക്ഷേപങ്ങൾ സ്വീകരിച്ചുകൊണ്ട് നവകേരളം പടുത്തുയർത്തണമെന്ന് ഇടുക്കി അസോസിയേഷൻ കുവൈത്ത്. കൊച്ചി എയർപോർട്ട് മോഡലിൽ നിക്ഷേപങ്ങൾ സ്വീകരിച്ച് നിർമ്മാണ പ്രവർത്തനങ്ങളിൽ പ്രവാസികളെയും പങ്കാളികളാക്കണം. പരിചയസമ്പന്നരായ ഉദ്യോഗസ്ഥരെ ഇതിനായി നിയോഗിക്കണമെന്നും പ്രവാസികൾ ആവശ്യപ്പെട്ടു. നവകേരള സൃഷ്ടിയിൽ പ്രവാസി സംഘടനകളുടെ സാധ്യതകളും പരിമിതികളും എന്ന വിഷയത്തിൽ ഇടുക്കി അസോസിയേഷൻ സംഘടിപ്പിച്ച സിംപോസിയത്തിലാണ് ഇക്കാര്യം ഉയർന്നുവന്നത്. ഈ വർഷം അബുദാബിയിൽ 20 ലക്ഷത്തിലധികം കൊതുക് ആവാസ കേന്ദ്രങ്ങൾ നശിപ്പിച്ചതായി അബുദാബി മാലിന്യ കൈകാര്യ കേന്ദ്രം വ്യക്തമാക്കി. 10 ലക്ഷത്തോളം കേന്ദ്രങ്ങൾ കൃഷിയിടങ്ങളിൽ നിന്നും ബാക്കി പൊതുസ്ഥലങ്ങളിൽ നിന്നുമാണ് നശിപ്പിച്ചത്. കൊതുകു നിയന്ത്രണം ആവശ്യപ്പെട്ട് 3853 ഫോൺ വിളികളാണ് അധികൃതർക്ക് ഇതിനകം ലഭിച്ചത്. 91 വാഹനങ്ങളെയും 380 ജീവനക്കാരെയുമാണ് കൊതുകു നിർമ്മാർജ്ജനത്തിനായി ഉപയോഗിച്ചത്. ജൂൺ മുതൽ ഓഗസ്റ്റ് വരെ കർഷകർക്കും പൊതുജനങ്ങൾക്കുമായി ബോധവൽക്കരണ ക്യാമ്പയിനും സംഘടിപ്പിച്ചു. ജലസംഭരണികൾ, ജലസേചന കുളങ്ങൾ എന്നിവ അടച്ചുവെക്കണമെന്നും പൈപ്പുകൾക്കും സെപ്റ്റിക് ടാങ്കുകൾക്കും ദ്വാരങ്ങളില്ലെന്ന് ഉറപ്പാക്കണമെന്നും അധികൃതർ നിർദ്ദേശിച്ചു. നഗരങ്ങളിൽ വില്ല ഫൗണ്ടൈനുകളിലും ചോർച്ചയുള്ള പൈപ്പുകളിലും ചെടിച്ചട്ടികളിലും മറ്റുമാണ് കൊതുകുകൾ വളരുന്നത്. താമസ കെട്ടിടത്തിന്റെ പരിസരങ്ങളിൽ വെള്ളം കെട്ടിനിൽക്കാതെ സൂക്ഷിക്കണമെന്നും അധികൃതർ നിർദ്ദേശിച്ചു. രോഗങ്ങൾ തടയുന്നതിനെക്കുറിച്ചും പൊതുജനാരോഗ്യം സംരക്ഷിക്കുന്നതിനെക്കുറിച്ചുമാണ് ക്യാമ്പയിനെന്ന് പ്രൊജക്ട് വിഭാഗം ഡയറക്ടർ മുഹമ്മദ് അൽ മർസൂഖി പറഞ്ഞു. അബുദാബി എമിറേറ്റിൽ പതിവ് പരിശോധനകളും ഫീൽഡ് സർവേകളും നടത്തി കൊതുക് ആവാസ കേന്ദ്രങ്ങൾ പ്രാണി നിയന്ത്രണ പ്രൊജക്ട് വിഭാഗം നിരീക്ഷിക്കുന്നതായും ബന്ധപ്പെട്ടവർ അറിയിച്ചു. മീഡിയ 1, അബുദാബി. സൗദിയുടെ തലസ്ഥാനമായ റിയാദിലെ പവർ പ്ലാന്റിൽ വൻ തീപിടുത്തം. അൽ നാഫിൽ മേഖലയിലെ പ്രധാന പവർ പ്ലാന്റിലെ പ്രധാന ട്രാൻസ്ഫോമറിനാണ് തീപിടിച്ചത്. റിയാദിലെ വൈദ്യുതി വിതരണത്തെ ബാധിക്കാതിരിക്കാൻ നടപടിയെടുത്തതായി വൈദ്യുതി വകുപ്പ് അറിയിച്ചു. തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമല്ല.
ഈ വർഷത്തെ ഷാർജ അന്താരാഷ്ട്ര പുസ്തകമേളയിൽ ഇന്ത്യയിൽ നിന്ന് 114 പ്രസാധകർ പങ്കെടുക്കും. ചലച്ചിത്ര താരങ്ങളായ പ്രകാശ് രാജ്, സോഹ അലി ഖാൻ എന്നിവരാണ് ഇന്ത്യയിൽ നിന്നെത്തുന്ന അതിഥികളിൽ പ്രമുഖർ. ജപ്പാനാണ് ഈ വർഷത്തെ അതിഥി രാജ്യം. ഈ മാസം 31-നാണ് ഷാർജ അന്താരാഷ്ട്ര പുസ്തകമേളയ്ക്ക് തിരശ്ശീല ഉയരുക. നവംബർ 10 വരെ നീളുന്ന അക്ഷര മഹോത്സവത്തിൽ 77 രാജ്യങ്ങളിൽ നിന്നായി 80,000 പുതിയ പുസ്തകങ്ങൾ മേളയിലെത്തുമെന്ന് ഷാർജ ബുക്ക് അതോറിറ്റി ചെയർമാൻ അഹമ്മദ് അൽ അംറി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. Over 1,876 publishers from 77 countries are presented in Sharjah Book Fair. Over 1.6 million titles gonna be in Sharjah Book Fair. Over 80,000 new titles. Over 1,800 activities, cultural activities, gonna be presented in Sharjah Book Fair. Over 470 guests are coming to attend Sharjah Book Fair. 11 ദിവസം നീളുന്ന മേളയിൽ ലോകമെമ്പാടു നിന്നും 470 അതിഥികളുണ്ടാകും. നടൻ പ്രകാശ് രാജ്, നടി സോഹ അലി ഖാൻ, മാധ്യമപ്രവർത്തകൻ കരൺ ഥാപ്പർ, മനു എസ് പിള്ള, പ്രചോദന പ്രഭാഷകൻ ഗൗർ ഗോപാൽ ദാസ്, വ്യോമസേനാ കമാൻഡറും എഴുത്തുകാരിയുമായ മഞ്ജീത് ഹിറാനി, ലില്ലി സിംഗ് എന്നിവർക്ക് പുറമെ മലയാളത്തിൽ നിന്ന് സിസ്റ്റർ ജസ്മി, സന്തോഷ് എച്ചിക്കാനം, UK കുമാരൻ, KV മോഹൻകുമാർ, P രാമൻ, അൻവർ അലി, ദീപ നിഷാന്ത്, KV ഷംസുദ്ദീൻ തുടങ്ങിയവരും മേളയിലെത്തും. 1800 സാംസ്കാരിക പരിപാടികൾ മേളയിലൊരുക്കും. ഓസ്ട്രേലിയ, സൗത്ത് ആഫ്രിക്ക, സൗത്ത് കൊറിയ തുടങ്ങി 12 രാജ്യങ്ങളിൽ നിന്ന് 130 പ്രസാധകർ ആദ്യമായി ഷാർജ പുസ്തകമേളയിലെത്തും. അതിഥി രാജ്യമായ ജപ്പാന്റെ സാഹിത്യവും സംസ്കാരവും അടുത്തറിയാൻ മേളയിൽ അവസരമുണ്ടാകും. ജപ്പാൻ കോൺസുൽ ജനറൽ ഡോക്ടർ അക്കീമ ഉമസാവയും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. മീഡിയ 1, ദുബായ്. അബുദാബി യൂണിവേഴ്സൽ ഹോസ്പിറ്റലിൽ ബ്രസ്റ്റ് സെർവിക്കൽ ക്യാൻസർ ബോധവൽക്കരണത്തിന് സമഗ്ര ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നു. ഒക്ടോബർ 1 മുതൽ 31 വരെ ക്യാമ്പയിൻ നീണ്ടുനിൽക്കും. വെള്ളി ഒഴികെ എല്ലാ ദിവസങ്ങളിലും രാവിലെ 9 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും വൈകുന്നേരം 5 മുതൽ രാത്രി 9 വരെയുമാണ് ക്യാമ്പയിൻ. ആശുപത്രിയിലെ ടവർ 2-ൽ 11-ാം നിലയിലാണ് ഇത് സംബന്ധിച്ച കൺസൾട്ടേഷനും പരിശോധനകളും നടക്കുക. സ്തനാർബുദം മാത്രമല്ല, സെർവിക്കൽ ക്യാൻസർ കൂടി ക്യാമ്പയിനിൽ ഉൾപ്പെടുത്തി വിദഗ്ധ ഡോക്ടർമാരും മെഡിക്കൽ പ്രൊഫഷണലുകളും ഉൾപ്പെട്ട സംഘം സ്ത്രീകളുടെ രോഗങ്ങളുമായി ബന്ധപ്പെട്ട് മികച്ച ചികിത്സയും പ്രതിരോധ മാർഗങ്ങളും ലഭ്യമാക്കുമെന്ന് യൂണിവേഴ്സൽ ഹോസ്പിറ്റൽ മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ ഷബീർ നെല്ലിക്കോട് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. കൺസൾട്ടേഷൻ, രോഗനിർണയ പരിശോധനകൾ, വിദഗ്ധരുടെ മാർഗനിർദ്ദേശങ്ങൾ തുടങ്ങിയവ ഒരൊറ്റ കേന്ദ്രത്തിൽ ലഭിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഡോക്ടർ നിഹാൽ ഹാരിസ്, ഡോക്ടർ അബ്ദുൽ ഹക്ക്, ഡോക്ടർ ഒബാന, ഡോക്ടർ പൂജ, ഡോക്ടർ രജനീകാന്ത് എന്നിവരും വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു. മീഡിയ 1, അബുദാബി. സൗദിയിലെ ദമാമിൽ പലിശയ്ക്ക് പണം കടമെടുത്ത സുഹൃത്തിന് ജാമ്യം നിന്ന് ദുരിതത്തിലായ മലയാളി 9 വർഷത്തിന് ശേഷം നാട്ടിലേക്ക്. കോഴിക്കോട് സ്വദേശിയായ യുവാവാണ് കൂടെ ജോലി ചെയ്തിരുന്ന ശ്രീലങ്കൻ സുഹൃത്തിനു വേണ്ടി ജാമ്യം നിന്ന് ദുരിതത്തിലായത്. കഫ്റ്റീരിയ ജോലിക്കാരനായി 9 വർഷം മുമ്പാണ് ഇദ്ദേഹം സൗദിയിലെ ദമാമിലെത്തുന്നത്. അവിവാഹിതനായ ഇദ്ദേഹത്തിന് കുടുംബത്തിന്റെ സാമ്പത്തിക പ്രാരാബ്ദം കാരണം നാട്ടിൽ പോകുന്നത് നീണ്ടുപോയി. ഇതിനിടെ സുഹൃത്തിനു വേണ്ടി ജാമ്യം നിന്ന് കുരുക്കിലാവുകയും ചെയ്തു. ഈ ശ്രീലങ്കക്കാരൻ പൈസ അടക്കാതെ വന്നപ്പോൾ ഈ ഒപ്പിട്ടതിൻ്റെ പേരിൽ ഇദ്ദേഹത്തിൻ്റെ പേരിൽ കേസ് വരികയാണ്. കോടതിയിൽ നിന്ന് വിളിച്ച പ്രകാരം കോടതിയിൽ അന്വേഷിച്ചപ്പോൾ 22,500 റിയാൽ അവർ എഴുതി ചേർത്ത തുകയാണ് അവിടെ കാണിച്ചിരിക്കുന്നത്. സാമ്പത്തിക കേസിൽ ഉൾപ്പെട്ടതോടെ സ്പോൺസർ ഇയാളെ ഹുറൂബ് അഥവാ ഒളിച്ചോട്ടക്കാരനാക്കി. ഇതോടെ ഉണ്ടായിരുന്ന ജോലിയും നഷ്ടമായി. 10,000 റിയാലാണ് വാങ്ങിയിരിക്കുന്നത്. ഈ കാലതാമസത്തിൻ്റെ പേരിൽ അവർ ചേർത്തിരിക്കുന്നത് 15,000 റിയാലാണ് അധികം ചേർത്തിരിക്കുന്നത്. അത് പകുതിയോളം ഈ നമ്മുടെ കക്ഷിയാണ് അടച്ചിരിക്കുന്നത്. ബാക്കി തുക ശ്രീലങ്കക്കാരനെ പല ആളുകളിൽ നിന്ന് സ്വരൂപിച്ച് അദ്ദേഹം അടച്ച് അതിൻ്റെ പേരിലാണ് കോടതിയിൽ നിന്നും ഈ കേസ് നീക്കം ചെയ്യപ്പെട്ടത്. സാമ്പത്തിക ബാധ്യത തീർത്ത് കേസ് ഒഴിവായതോടെ സാമൂഹ്യ പ്രവർത്തകന്റെ സഹായത്തോടെ എക്സിറ്റും നേടി. വിമാന ടിക്കറ്റ് കൂടി ലഭ്യമാകുന്നതോടെ അടുത്ത ദിവസം നാട്ടിലേക്ക് തിരിക്കും. നൌഷാദ് റിക്കോർ, മീഡിയ 1, ദമ്മാം. ഉത്തരം തെറ്റിപ്പോയതിന് വിദ്യാർത്ഥിയുടെ പടം കുവൈത്തിലെ അധ്യാപകൻ സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചുവെന്ന് പരാതി. തന്റെ മകനെ അപമാനിച്ചുവെന്ന് കാട്ടി പിതാവാണ് പരാതി നൽകിയത്. തുടർന്ന് വിദ്യാഭ്യാസ മന്ത്രാലയം ശക്തമായ മുന്നറിയിപ്പുമായി രംഗത്തെത്തി. ക്ലാസ് മുറിക്കകത്ത് കുട്ടികളുടെ പടമെടുക്കരുതെന്നും കുട്ടിയെ വിമർശിക്കും വിധമുള്ള കാര്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കരുതെന്നും അധ്യാപകർക്ക് വിദ്യാഭ്യാസ മന്ത്രാലയം കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നിയമം പാലിക്കാത്തവരെ സർവീസിൽ നിന്ന് പിരിച്ചുവിടുകയും പ്രോസിക്യൂഷന് കൈമാറുകയും ചെയ്യുമെന്നാണ് വിദ്യാഭ്യാസ മന്ത്രാലയം അറിയിച്ചത്.
റിയാദ് കലാഭവന്റെ 3ാം വാർഷികവും കർമ്മ പുരസ്കാര പ്രഖ്യാപനവും ഒക്ടോബർ 12-ന് നടക്കും. 3ാം വാർഷികത്തോടനുബന്ധിച്ച് കുടുംബസംഗമവും ജനറൽ ബോഡിയും നടക്കുന്നുണ്ട്. ചരിത്ര നാടകം 1921 ഖിലാഫത്തിന്റെ CD പ്രകാശനവും അന്ന് നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സംഘടനാ വിരുദ്ധ പ്രവർത്തനത്തിന് പുറത്താക്കപ്പെട്ടവർ റിയാദ് കലാഭവൻ എന്ന പേരിൽ പുതിയ സംഘടനയുണ്ടാക്കിയിട്ടുണ്ട്. ഇതിന് സംഘടനയുമായി ബന്ധമില്ലെന്നും ഭാരവാഹികൾ അറിയിച്ചു. റീറ്റെയിൽ രംഗത്തെ പ്രമുഖരായ ഫ്ലീരിയ ഗ്രൂപ്പിന്റെ പുതിയ ഷോറൂം ദമാമിൽ പ്രവർത്തനം തുടങ്ങി. സീക്കോ ബിൽഡിംഗിന് എതിർവശത്താണ് ദമാമിലെ 2ാമത് ഷോറൂം വിപുലമായ സൗകര്യത്തോടെ പ്രവർത്തനം ആരംഭിച്ചത്. ഉദ്ഘാടനത്തിന്റെ ഭാഗമായി 100 റിയാൽ സൗജന്യ പർച്ചേസ് കൂപ്പണും നൽകുന്നുണ്ട്. 10,000-കണക്കിന് വൈവിധ്യങ്ങൾ നിറഞ്ഞ ഉൽപ്പന്നങ്ങളാണ് പുതിയ ശാഖയിൽ ഒരുക്കിയത്. ഖാലിദ് ഈസ ഉദ്ഘാടനം നിർവഹിച്ചു. ചടങ്ങിൽ സിറ്റി ഫ്ലവർ ഡയറക്ടർ EK റഹീം, മുഹ്സിൻ അഹമ്മദ്, റാഷിദ് അഹമ്മദ്, COOമാരായ അൻവർ സാദത്ത്, സുനു സുന്ദരൻ എന്നിവർ പങ്കെടുത്തു. നൂതന സൗകര്യങ്ങളോടെ ഇരുനിലകളിലായാണ് പുതിയ ഷോറൂം. ഉപഭോക്താക്കളെ ആകർഷിക്കാൻ നിരവധി ആനുകൂല്യങ്ങളും വിലക്കിഴിവുകളും ഒരുക്കിയിട്ടുണ്ട്. ഉദ്ഘാടനത്തിന്റെ ഭാഗമായി 100 റിയാൽ സൗജന്യ പർച്ചേസ് കൂപ്പൺ ഒക്ടോബർ 2 വരെ നൽകും. 200 റിയാലിന്റെ പർച്ചേസിനാണ് 100 റിയാൽ അധിക സൗജന്യ പർച്ചേസ് കൂപ്പൺ ലഭിക്കുക. ഇത് എല്ലാ ശാഖകളിലും ലഭിക്കും. ഡിപ്പാർട്ട്മെന്റ് ഷോറൂമുകൾക്കൊപ്പം ഹൈപ്പർ മാർക്കറ്റ് രംഗത്തും ചുവടുറപ്പിച്ച ഫ്ലീരിയ ഗ്രൂപ്പിന് നിലവിൽ ദമാമിന് പുറമെ സൗദിയിലെ പ്രധാന നഗരങ്ങളിലും ബഹ്റൈനിലുമായി 23 ശാഖകൾ പ്രവർത്തിക്കുന്നുണ്ട്. മീഡിയ 1 ദമാം. ലോക ഹൃദയ ദിനാചരണത്തോടനുബന്ധിച്ച് ബഹ്റൈനിലെ ഷിഫ അൽ ജസീറ മെഡിക്കൽ സെന്റർ ബഹ്റൈനിൽ സൗജന്യ ഹൃദയ പരിശോധന ക്യാമ്പ് ഒരുക്കി. 1300ഓളം പേർ ക്യാമ്പിൽ പരിശോധനയ്ക്കായി എത്തി. ഹൃദയാഘാതം മൂലമുള്ള അകാല മരണങ്ങൾ പ്രവാസികൾക്കിടയിൽ വർദ്ധിക്കുന്ന പശ്ചാത്തലത്തിലാണ് ഷിഫ അൽ ജസീറ മെഡിക്കൽ സെന്റർ ബഹ്റൈനിൽ സൗജന്യ ഹൃദയ പരിശോധന ക്യാമ്പ് ഒരുക്കിയത്. രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ നീണ്ട ക്യാമ്പിൽ ECG, വിവിധ രക്തപരിശോധനകൾ, ഹൃദയരോഗ വിദഗ്ധരുടെ കൺസൾട്ടേഷൻ എന്നിവയോടൊപ്പം ഡോക്ടർ നിർദ്ദേശിക്കുന്ന 50 പേർക്ക് എക്കോ TMT പരിശോധനയും സൗജന്യമായി നൽകി. ഹൃദയ പരിശോധനയ്ക്കുള്ള അത്യാധുനിക സൗകര്യങ്ങൾ ഒരുക്കി കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റിനും ആശുപത്രിയിൽ തുടക്കം കുറിച്ചു. CEO ഹബീബ് റഹ്മാൻ, സ്പെഷ്യലിസ്റ്റ് കാർഡിയോളജിസ്റ്റ് ഡോക്ടർ മനു ഭാസ്കർ, മെഡിക്കൽ ഡയറക്ടർ ഡോക്ടർ സൽമാൻ, മെഡിക്കൽ അഡ്മിനിസ്ട്രേറ്റർ ഡോക്ടർ ഷംനാദ് തുടങ്ങിയവർ നേതൃത്വം നൽകി. ക്യാമറ പേഴ്സൺ ജോമോനോടൊപ്പം സിറാജ് പള്ളിക്കര, മീഡിയ 1, ബഹ്റൈൻ.